സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ബൈക്ക് റൈഡർമാരുടെ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ സൗദി വ്യക്തമാക്കി. മദ്യപിച്ച് ബൈക്ക് ഓടിച്ചാൽ 10,000 റിയാൽ വരെ പിഴയും ഹെൽമറ്റില്ലാതെ ബൈക്കിൽ യാത്ര ചെയ്താൽ 2,000 റിയാൽ വരെയും പിഴ ഈടാക്കുമെന്ന് സൗദിയുടെ പൊതുസുരക്ഷാ വിഭാഗം മോട്ടോർ സൈക്കിൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. റൈഡർമാർക്ക് മാത്രമല്ല മറ്റ് റോഡ് ഉപയോക്താക്കൾക്കും അപകടങ്ങൾ വരുത്തിവെക്കും എന്നതിനാലാണ് നിയമലംഘകർക്ക് ശക്തമായ ശിക്ഷാ നടപടികളുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബൈക്ക് യാത്രക്കാരുടെ ട്രാഫിക് നിയമലംഘനങ്ങൾ വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് വെവ്വേറെ പിഴകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമലംഘനങ്ങളുടെ കാറ്റഗറി 1-ൽ അനധികൃത സ്ഥലങ്ങളിൽ പാർക്കിംഗ്, സാധുവായ വാഹന ഇൻഷുറൻസ് ഇല്ലാത്തത് തുടങ്ങിയവയാണ് ഉൾപ്പെടുക. ഈ നിയമലംഘനങ്ങൾക്ക് 100 മുതൽ 150 റിയാൽ വരെ പിഴ ഈടാക്കും. ബൈക്ക് ടേൺ എടുക്കുമ്പോൾ സിഗ്നലുകൾ ഉപയോഗിക്കാതിരിക്കുക, ലൈസൻസില്ലാതെ വാഹനം ഓടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് 150 മുതൽ 300 റിയാൽ വരെയാണ് പിഴ. കാറ്റഗറി 2-വിലാണ് ഈ നിയമലംഘനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലഹരണപ്പെട്ട ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, സുരക്ഷാ സീറ്റുകളുടെ തെറ്റായ ഉപയോഗം തുടങ്ങി നിയമലംഘനങ്ങൾക്ക് കാറ്റഗറി 3 പ്രകാരം 300 മുതൽ 500 റിയാൽ വരെയാണ് പിഴ. ആംബുലൻസിനെ പിന്തുടരുക, രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ഓടിക്കുക തുടങ്ങിയ കാറ്റഗറി 4-ൽപ്പെട്ട കുറ്റങ്ങൾക്ക് 500 മുതൽ 900 റിയാൽ വരെ പിഴ ഈടാക്കും. അനധികൃത വാഹനങ്ങൾ ഉപയോഗിക്കൽ, ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിക്കൽ ഉൾപ്പെടെയുള്ള കാറ്റഗറി 5-ൽ വരുന്ന ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 1000 മുതൽ 2000 റിയാൽ വരെയാണ് പിഴ ചുമത്തുന്നത്. റോഡ് അടയാളങ്ങളിൽ കൃത്രിമം കാണിക്കൽ, പൊതുനിരത്തിൽ മത്സരോട്ടം തുടങ്ങിയ കുറ്റങ്ങൾക്ക് 3000 മുതൽ 6000 റിയാൽ വരെ പിഴ ഈടാക്കും. ഇവ കാറ്റഗറി 6-ലാണ് വരുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുക, അനധികൃത നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് കാറ്റഗറി 7-ൽ 5000 മുതൽ 10,000 റിയാൽ വരെ പിഴ ചുമത്തും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ സൗദി അറേബ്യയിലെ നഗരമായ ഷറൂറയിൽ അടുത്തിടെയുണ്ടായ വൈദ്യുതി മുടക്കത്തെ തുടർന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കിയതായി അധികൃതർ അറിയിച്ചു. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് സൗദി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി സംഭവത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര കൺസൾട്ടന്റുമാരുടെ പിന്തുണയോടെ നടത്തിയ അന്വേഷണത്തിൽ മോശം അറ്റകുറ്റപ്പണിയും സംരക്ഷണ ഉപകരണങ്ങളുടെ പരാജയവും കാരണം ഒരു സർക്യൂട്ട് ബ്രേക്കറിലുണ്ടായ തകരാറാണ് വൈദ്യുതി മുടക്കത്തിന് കാരണമായതെന്നും കണ്ടെത്തിയിരുന്നു. സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ബോർഡ് കണ്ടെത്തലുകൾ അവലോകനം ചെയ്ത ശേഷം തകരാർ തടയുന്നതിലും പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലും അശ്രദ്ധ കാണിച്ചതിന് ഒരു മുതിർന്ന എക്സിക്യൂട്ടീവിനെയും 3 മാനേജർമാരെയുമാണ് പിരിച്ചുവിട്ടത്. സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങളിൽ മഴയും മണൽക്കാറ്റും അനുഭവപ്പെട്ടേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ അറിയിപ്പ്. വരും ദിവസങ്ങളിലാണ് അനുഭവപ്പെടാൻ സാധ്യത. ഇതിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലെ നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ പ്രവചനം. മക്കയുടെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓഗസ്റ്റ് 3 വരെ ശക്തമായ പൊടിക്കാറ്റുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ശക്തമായ ഇടിയും മിന്നലും കൊടുങ്കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മണൽക്കാറ്റിന്റെ സമയത്ത് ആകാശത്തെ കീഴടക്കുന്ന ജിസാൻ എന്ന കൂറ്റൻ മേഘങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ സ്റ്റോം സെന്റർ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. രാജ്യത്തിന്റെ വിവിധ വിലായത്തുകളിൽ ഇന്നലെ മഴ ലഭിച്ചു. അമറാത്ത്, ബോഷർ, ദങ്ക്, ഇസ്കി, ദോഫാറിന്റെ വിവിധ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭേദപ്പെട്ട മഴ പെയ്തത്. മഴയ്ക്ക് പിന്നാലെ ഈ മേഖലകളിലെ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിക്കുകയും ചില മേഖലകളിൽ വാദികൾ നിറയുകയും ചെയ്തു. അറബിക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം ഒമാനെ ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച വരെ ഇത് തുടരും. മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയിലുള്ള ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും. ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം. വാദികളും നിറഞ്ഞൊഴുകും. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ വ്യക്തമാക്കി. എന്നാൽ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്നലെയും ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്തത്. മക്ഷനിൽ 47 ഡിഗ്രിയും അമ്ര അദ്രോയിൽ 46.9 ഡിഗ്രിയും സുനനയിൽ 46.6 ഡിഗ്രിയും കർണാലവിൽ 46.1 ഡിഗ്രിയും
ഫഹൂദിൽ 45.4 ഡിഗ്രിയും ബുറൈമി, മർമൂൽ എന്നിവിടങ്ങളിൽ 45.2 ഡിഗ്രി സെൽഷ്യസുമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 22 കുട്ടികളും 67 സ്ത്രീകളും ഉൾപ്പെടെ ഇതുവരെ 252 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഇവരിൽ 96 പേരെയാണ് തിരിച്ചറിഞ്ഞത്. 78 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 142 പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി. അതേസമയം സാഹസികവും ദുഷ്കരവുമായിരുന്നു മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനം. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം എത്തിക്കാനാകാത്തതാണ് പ്രതിസന്ധിയായത്. ഉച്ചയോടെ മാത്രമാണ് ഒരു മണ്ണുമാന്തി യന്ത്രം മുണ്ടക്കൈയിലേക്ക് എത്തിച്ചത്. ആദ്യ ദിവസം എത്തിയ NDRFലെ 30 അംഗ സംഘത്തിന് പുറമെ അഗ്നിരക്ഷാസേനയുടെ 100 അംഗ സംഘവും വിവിധ സേനാ വിഭാഗങ്ങളും രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി. വടക്കൻ കേരളത്തിൽ അടുത്ത 3 ദിവസവും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദപാത്തിയും പടിഞ്ഞാറൻ കാറ്റുമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ അതിശക്തിയായ മഴയാണ് ലഭിച്ചത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത്. അംഗൻവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ, കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ 4 പേർ ഒഴുക്കിൽപ്പെട്ട സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ടു. 4 പേരെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അൽ സഫിനത്ത് പ്രദേശത്ത് ഇന്നലെയായിരുന്നു സംഭവം. മരണപ്പെട്ടയാളും രക്ഷപ്പെട്ടവരും ഒമാനി പൗരന്മാരാണ്. കടലിലും മറ്റും നീന്താൻ ഇറങ്ങുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുട്ടികളുടെയും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ നീന്തുന്നതിനെതിരെ ചില സമയങ്ങളിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇത് പാലിക്കണമെന്നും ജാഗ്രത വേണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്ന, ബർക്ക വിലായത്തുകളിൽ നിരവധി കടകളിൽ മോഷണം. വിവിധ ഷോപ്പുകളിൽ നിന്നും സാധനങ്ങളും മറ്റും മോഷണം പോയ സംഭവത്തിൽ 2 പേരെ റോയൽ ഒമാൻ പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. സമാന സംഭവം നേരത്തെയും പ്രദേശത്ത് നടക്കുകയും പ്രതികളെ പോലീസ് പിടികൂടുകയും നടപടിക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർ വിലായത്തിൽ വീട്ടിൽ നിന്നും ആഭരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷണം പോയി. സംഭവത്തിൽ ഒരാളെ ബാത്തിന പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു.